Hi all. We'll discuss the topics impulse response, convolution integral and convolution sum. ആദ്യം നമുക്ക് impulse response എന്താണെന്ന് നോക്കാം. ഒരു സിസ്റ്റത്തിലേക്ക് ഇൻപുട്ട് impulse ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ടിനാണ് impulse response എന്ന് പറയുന്നത്. ഒരു കണ്ടിന്യൂസ് സിസ്റ്റം ബിബോസ്റ്റേബിൾ ആണ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ is integral minus infinity to infinity h of t dt less than infinity. അതായത് ഇമ്പൾസ് റെസ്പോൺസിൻ്റെ ഇൻ്റഗ്രൽ h of t എന്നാണ് ഇമ്പൾസ് റെസ്പോൺസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇമ്പൾസ് റെസ്പോൺസിൻ്റെ ഇൻ്റഗ്രൽ ഫൈനൈറ്റ് ആണെങ്കിൽ ആ സിസ്റ്റം ബിബോസ്റ്റേബിൾ ആയിരിക്കും. Now ഒരു എക്സാമ്പിൾ നോക്കാം. ഡിറ്റർമിൻ ദ സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി h of t equal to e raised to minus 2t u of t. ഫസ്റ്റ് കോസാലിറ്റി നോക്കാം. ഇതിൽ u of t എന്നുള്ള ടേം ഉണ്ടല്ലോ. u of t വന്നു കഴിഞ്ഞാൽ ഉടനെ അതെന്തായിരിക്കും? കോസൽ ആയിരിക്കും. ഇനി സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ h of t dt എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി e raised to minus 2t u of t dt എന്നായിരിക്കും. അതിൽ u of t റിമൂവ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേഷൻ വിൽ ബി ഫ്രം 0 ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇ റേസ് ടു മൈനസ് 2t യുടെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് 2t ഡിവൈഡ് ബൈ മൈനസ് 2. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക. വിൽ ബി ഗെറ്റിംഗ് 1/2 ദാറ്റ് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇറ്റ് മീൻസ് ദ integral of the impulse response is finite, therefore the system is stable. The next topic is convolution integral. നമുക്കൊരു ഇൻപുട്ട് എക്സ് ഓഫ് ടിയും ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് ടിയും ഉണ്ടെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും കൺവല്യൂഷൻ ആയിരിക്കും ഔട്ട്പുട്ട് വൈ ഓഫ് ടി. കൺവല്യൂഷൻ നമ്മൾ സ്റ്റാർ എന്ന് റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫങ്ഷൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടൗ എച്ച് ഓഫ് ടി മൈനസ് ടൗ ഡി ടൗ. ഇതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. Find y of t equal to x of t star h of t if h of t equal to e raised to minus t u of t and x of t equal to u of t. അപ്പോൾ ആദ്യം നമ്മൾ u of tനെ u of tau എന്ന് റെപ്രസെൻ്റ് ചെയ്തിട്ടൊന്ന് വരച്ച് നോക്കാം. ദെൻ u of t minus tau. അപ്പോൾ t minus tau എന്നുള്ളത് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത് കേട്ടോ. t minus tau എന്ന് പറയുന്നത്. അപ്പോൾ u of tauവും u of t minus tauവും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 മുതൽ t വരെയാണ് ഫങ്ഷൻ ഉണ്ടാവുക. ഇനി എക്വേഷൻ എടുക്കുക. y of t ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടൗ എച്ച് ഓഫ് ടി മൈനസ് ടൗ ഡി ടൗ. ഈ കേസിൽ എക്സ് ഓഫ് ടൗ എന്ന് പറയുന്നത് യു ഓഫ് ടൗ ആണ്. അതേപോലെ എച്ച് ഓഫ് ടി മൈനസ് ടൗ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ടി മൈനസ് ടൗ ഇൻറ്റു യു ഓഫ് ടി മൈനസ് ടൗ. അപ്പോൾ ഇതിനകത്ത് യു ഓഫ് ടൗ ഇൻറ്റു യു ഓഫ് ടി മൈനസ് ടൗ എന്ന് പറയുന്നത് 0 ടു ടി ആണ്. ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ടു ടി ആയിട്ട് മാറും. ദെൻ ഇ റേസ് ടു മൈനസ് ടി മൈനസ് ടൗ ഡി ടൗ. അപ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ലിമിറ്റ് 0 ടു ടി അപ്ലൈ ചെയ്യുക. ദെൻ വിൽ ബി ഗെറ്റിംഗ് ദ റിസൾട്ട് ആസ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി. Now the next topic is discrete convolution അല്ലെങ്കിൽ convolution sum എന്നും അതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ ഒരു ഇൻപുട്ട് സീക്വൻസ് എക്സ് ഓഫ് എന്നും ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എന്നും ആണെങ്കിൽ the convolution sum will be sigma x of k h of n minus k. എക്സ് ഓഫ് എന്നിൻ്റെ ലെങ്ത് ക്യാപിറ്റൽ എന്നും എച്ച് ഓഫ് എന്നിൻ്റെ ലെങ്ത് എമ്മും ആണെങ്കിൽ the length of y of n will be n plus m minus 1. അടുത്ത പ്രോബ്ലം നോക്കാം. Determine the output sequence y of n if x of n equal to 1 2 3 1 and h of n equal to 1 1 1 using linear convolution. ഇതിന് കൺവല്യൂഷൻ സം കണ്ടുപിടിക്കാൻ മെയിനായിട്ട് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സീക്വൻസ് ലെങ്ത് ഓഫ് എക്സ് ഓഫ് എൻ. എക്സ് ഓഫ് എന്നിൻ്റെ ലെങ്ത് 4 ആണ് അല്ലേ. 4 എലമെൻറ്റ്സ് ആണ് എക്സ് ഓഫ് എന്നിൽ ഉള്ളത്.
അതേപോലെ എച്ച് ഓഫ് എന്നിൽ 3 ആണുള്ളത്. അപ്പോൾ y of n എന്തായിരിക്കും? 4 + 3 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. നമുക്ക് y of n എന്നുള്ളത് y of 0 to y of 5 വരെയാണ് ഉണ്ടാവുക. ആദ്യം x of n ൻ്റെ 1 2 3 1 അത് മുകളിലെ റോയിൽ എഴുതാം. h of n ൻ്റെ 1 1 1 അത് വെർട്ടിക്കലായിട്ട് എഴുതാം. എന്നിട്ട് ഓരോ എലമെൻറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 1 1 1 × 2 2 1 × 3 3 അങ്ങനെ എല്ലാ എലമെൻസും മൾട്ടിപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഡയഗണലായിട്ട് ആഡ് ചെയ്യാം. ഫസ്റ്റ് എലമെൻറ്റ് 1, സെക്കൻഡ് എലമെൻറ്റ് 2 + 1, തേർഡ് എലമെൻറ്റ് 3 + 2 + 1 അങ്ങനെ. അപ്പോൾ 1 3 6 6 4 1 എന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ കൺവല്യൂഷൻ സം. കൺവല്യൂഷൻ സം കാണാനുള്ള അടുത്ത മെത്തേഡാണിത്. y of n = സിഗ്മ x of k h of n - k. അപ്പോൾ ഫസ്റ്റ് വാല്യൂ y of 0 കാണാൻ n-ന് 0 കൊടുക്കുക, അതേപോലെ kക്കും 0 കൊടുക്കുക. സോ x of 0 h of 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 1. അതേപോലെ നെക്സ്റ്റ് നോക്കുക y of 1. അതിൽ n-ൻ്റെ സ്ഥാനത്ത് 1 കൊടുത്തു. ഓക്കെ, ദെൻ k = 0 to 1. അപ്പോൾ x of 0 h of 1 പ്ലസ് x of 1 h of 1 - 1 0 അല്ലേ. അപ്പോൾ h of 0. അപ്പോൾ we got 3. ദെൻ y of 2 ആവുമ്പോൾ x of k h of 2 - k. എന്നിട്ട് k = 0 to 2. സോ x of 0 x of 1 x of 2. അതേപോലെ h of 2 - 0 h of 2 - 1 h of 2 - 2. അപ്പോൾ h of 0. Then we will be getting 6. Similarly y of 3-ഉം y of 4-ഉം y of 5 ഒക്കെ അതുപോലെ കണ്ടുപിടിക്കുക. Then we will be getting the result. Okay, thank you.